ശവത്തി കുത്തല്ലളിയാ, മനസ്സ് മരവിച്ചിരിക്കുകയാണ്. അതിശയം കുട്ടി എന്തോ മാടി അടിച്ചത്? അടിച്ചെന്നാ അടിച്ച് പിരുത്തെന്ന് പറഞ്ഞ ഇമാരി പിരിപ്പ് ഞാൻ കണ്ടിട്ടില്ല. കുറച്ചുകൂടി നിന്നിരുന്നെങ്കിൽ ഉണ്ടല്ലോ സെഞ്ചുറി അടിച്ചേനാ. ബോളൊക്കെ പൊട്ടിയെന്നാണ് കേട്ടാ. ഇടിക്കാന്ന് വേണ്ട, നിങ്ങളെ അടിച്ച് 17 ബോൾ 51 നമ്മളാണ് ഇത്തിരി കുറച്ചടിച്ചത്. യവൻ ചിരിക്കണ കാര്യമുണ്ടെന്ന് പറയാം. നിങ്ങൾ 2 കളി തോറ്റ് നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ, ചുമ്മാ നിങ്ങൾ കളിയാക്കണത്. നീ പറഞ്ഞില്ല, പക്ഷെ നിന്റെ മൂത്ത അഹങ്കാരം ഉണ്ടായിരുന്നു. ആ 2 കളി ജയിച്ചെന്റെ അഹങ്കാരം അതിപ്പോ മാറി കിട്ടിയില്ലേ. പോരാത്തതിന് കഴിഞ്ഞ കളി മുംബൈ തോറ്റപ്പം നീ വീട്ടിൽ ഇരുന്ന് ചിരിച്ച്. അടേ ഞാൻ ചിരിച്ചില്ല. അളിയ നീ ചിരിക്കും, മുംബൈ തോക്കുമ്പോ നീയൊക്കെ ചിരിക്കും. എനിക്കറിയാം, എല്ലാണോ വീട്ടിൽ ഇരുന്ന് ചിരിക്കും. എന്ത് മിണ്ടാതിരിക്കണത്? ഒന്നും തൊലിക്കായില്ലേ? പറ, എന്തെങ്കിലും പറ. ഞാൻ എന്തോന്ന് പറയാനളിയാ, നിങ്ങൾ ഇന്നലെ തോറ്റതിന് റീസൺ ഉണ്ട്. എന്തോന്ന് റീസൺ? ഇന്നലെ ജുറൽ 81 അടിച്ച്. 8 - 1 എത്ര? 7. തല ഫോർ റീസൺ. തല വന്നാ നിങ്ങൾ തോക്കും. എഴുതി പോടാ. എന്തൊരു പറഞ്ഞാലാണ് തല ഫോർ റീസൺ. കുറെ കണക്ക് കൂട്ടിയും കുറച്ചും. തലയും കൂടി വരട്ടെ ടീമിലോട്ട്, എന്നിട്ട് തോക്കുമല്ലോ. അപ്പോഴും നമ്മൾ പറയും തല ഫോർ റീസൺ ആണ്. അതിനുവേണ്ടിയാണ് വെയിറ്റ് ചെയ്യണത്. അല്ലെ നമ്മൾ സംസാരിക്കേണ്ട കാര്യമുണ്ട്. ഇതുവരെ ഒരു കളി ചെയ്യാത്ത യവൻ നമുക്കടെ സംസാരിക്കുന്നത്. അതാണ് നീ എന്തിനാ സംസാരിക്കണം? ഇളയടെ പുച്ചിക്കാതാ. അടുത്ത കളിയൊന്നും ജയിച്ചോട്ട്. ഇവിടെ ഉത്സവം പോലെ ഞാൻ കൊണ്ടാടും. ആ കളിയൊന്ന് തോറ്റോട്ടെ, അതിന്റെ അപ്പുറം നമ്മൾ കൊണ്ടാടും. അടുത്ത കളി നിങ്ങൾ തമ്മിലല്ലേ, ആര് ജയിക്കൂടെ? ഇപ്പൊ എന്തോ ജോയിക്കരിക്കണളിയാ, നമ്മളല്ലേ ജയിക്കുള്ളൂ. നിങ്ങളെ ജയിക്കൂ. നമ്മൾ ജയിക്കൂലേ? അതെന്തോന്ന് ചോദ്യം കളിയാ? നിങ്ങളെ ജയിക്കൂ. നമ്മളെ ജയിക്കുള്ളൂ. നമ്മളെ ആരിലാണ് കളി വാങ്കടയില്. അപ്പം ആര് ജയിക്കും നിനക്ക് അറിയാലോ. നമ്മൾ ജയിക്കും. അത് വർത്താനോടാ. നമ്മളൊരു 1.5 കംബാക്ക് ഉണ്ടാ. വെയിറ്റ് ആൻഡ് സീ.